തിരുവനന്തപുരം അരുവിക്കരയിലേക്ക് നമുക്ക് ഒരു യാത്ര പോകാം. ഇന്ന് അരുവിക്കര ഡാം കാണാനല്ല, ഡാമിന് തൊട്ടടുത്തുള്ള ഒരു മൺപാതയിലേക്കാണ്. ഈ കാലത്ത് മൺപാത എന്നാണോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുള്ള ഒരു പാതയാണ്. ആ പാതയിലൂടെ നടന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ് സ്വാന്തന. നീണ്ടുകിടക്കുന്ന ഒരു മൺപാത വെറും ഒരു വഴിയല്ല ഇത്. അതിനും അപ്പുറത്തേക്ക് ഈ വഴിക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥയാണ്. തിരുവനന്തപുരത്ത് സിറ്റിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ആദ്യമായി അണക്കെട്ടുണ്ടാക്കിയ തുരങ്കമാണ് ഇത്. ആ ഡാമിൽ നിന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 500 കിലോമീറ്റർ അപ്പുറത്ത് തനിയെ വെള്ളം ചെന്ന് ആ ടാങ്കിൽ വീഴും. അവിടെ നിന്ന് പമ്പ് ചെയ്താണ് വെള്ളയമ്പലം വാട്ടർ സപ്ലൈയിൽ അന്നത്തെ കാലത്ത് രാജഭരണകാലത്ത് വെള്ളം ശുദ്ധീകരിച്ച് അന്ന് കുടിവെള്ളങ്ങൾ എല്ലാവർക്കും സിറ്റിയിൽ കൊടുക്കുന്ന ഒരു കാലമാണ്. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരുമൊക്കെ തിരുവിതാംകൂർ അടയ്ക്കുവാണിരുന്ന കാലത്താണ് അരുവിക്കരയിൽ കുന്നു തുരന്ന് ഈ പാത ഉണ്ടാക്കിയത്. ഇതിനടിയിൽ വലിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചാണ് അരുവിക്കര ഡാമിൽ നിന്നും ജലം നഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ചെറിയൊരു അങ്ങോട്ട് മാറ്റിയാണ്, മലയല്ല. നമ്മുടെ സ്ഥലത്തിന് കുറച്ച് അങ്ങോട്ട് ഇടിച്ച് ഇത്തിരി ദൂരത്തേക്ക് പാറ പൊട്ടിച്ച് ലൈൻ ഇട്ട് പൈപ്പ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പം ഇത് ടാറിടാൻ പറ്റില്ല. ടാറിന് ആൾക്ക് നടന്നു പോകാൻ കുറച്ച് ദൂരവും. അപ്പുറത്തെ ഷെപ്പ് പണിയാണ്, കാറുകളൊന്നും ബൈക്കുകളൊന്നും അതുവഴി പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഷെപ്പ് പടി കെട്ടിയിട്ടുണ്ട്. ഇന്ന് നിരവധി പേർ വന്നു പോകുന്ന ഒരു ഹിഡൻ സ്പോട്ടാണിത്. വെറൈറ്റി വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരിടം. കോട്ടയത്തെ ട്രെൻഡിംഗ് ആയ ബിറ്റ്വീൻ ദ റോക്സ് പോലെ മനോഹരമായ സ്ഥലം. നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കും ലൊക്കേഷനായ ഇടം കൂടിയാണ് ഇത്. വൈബ് തേടിയെത്തുന്ന നല്ല കിടിലം ഫോട്ടോഷൂട്ട് സ്പേസുകൾക്കപ്പുറത്തേക്ക് ഇത്തരം പാതകൾ ഇപ്പോഴും ഒരുക്കി വച്ചിരിക്കുന്നത് പഴയ ചരിത്രമുറങ്ങുന്ന കഥകൾ തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.